വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് പറഞ്ഞിട്ട് എനിക്കൊന്ന് ഒരു മാസമൊക്കെ കഴിഞ്ഞ് നിന്ന് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു ഞായറാഴ്ച ദിവസത്തെ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമുക്ക് ഈ തട്ടൊന്ന് വൃത്തിയാക്കണം, അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എണീച്ചിട്ടൊന്നുമില്ല. എനിക്കൊന്ന് 8 കഴിഞ്ഞിട്ടാണ് തോന്നുന്നു ഈ ഒരു ദിവസം എണീച്ചത്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഉച്ചക്കേക്കുള്ള കറിയും വറവൊക്കെ ആക്കിയിട്ട് മുകളിൽ വന്നിട്ടാണുള്ളത്. എല്ലാം ഒന്ന് നമുക്ക് വൃത്തിയാക്കാം. അമ്മ മുകളിൽ അധിക ദിവസങ്ങളും അടിച്ചുവാരലും തുടക്കമെല്ലാം ചെയ്യലുണ്ട്. ഈ കഴിഞ്ഞ ഞായറിൻ്റെ മുന്നേതോ ഞായറാഴ്ച തോന്നുന്നു ഞാൻ ചൂല് കണ്ടിട്ടുള്ളത് കേട്ടോ. അങ്ങനെ പക്ഷേ ഈ തട്ട് നല്ലോണം പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാമെന്ന്. പിന്നെ അറേഞ്ച് ചെയ്തതൊക്കെ എന്തോ ഒരു പന്തികേട് പോലെയും തോന്നി. അപ്പം നമുക്കെല്ലാം വൃത്തിയാക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസങ്ങളെന്നല്ല മാസങ്ങളായി. എനിക്കെന്താ വെച്ചാൽ വീഡിയോ എടുത്തിട്ടും അതുപോലെ എഡിറ്റൊക്കെ ചെയ്തിട്ട് ഒരുപാട് ദിവസങ്ങളായതുകൊണ്ട് എന്തോ മടിയോ പിന്നെ എന്താ നല്ലൊരു മൂഡില്ലാത്തത് പോലെയാണ് കേട്ടോ. പക്ഷേങ്കിൽ ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള കാരണം നിങ്ങൾ തന്നെയാണ്. കാരണം എനിക്ക് ഇൻസ്റ്റയിൽ വരുന്ന മെസ്സേജിന് കയ്യും കണക്കുമില്ല. എന്താ ചേച്ചി വീഡിയോ ഇടാത്തത്, ഇൻസ്റ്റയിലും ഇടുന്നില്ല. ഇൻസ്റ്റയിൽ പിന്നെ ഞാൻ ഇടയ്ക്ക് ഇടുന്നുണ്ട്, എന്നാലും പറഞ്ഞ് ചോദിക്കുന്നുണ്ട് ഇൻസ്റ്റയിൽ വീഡിയോ ഇടുന്നത് കുറവാണ്, യൂട്യൂബിലും ഇടുന്നില്ല, വീഡിയോ ഇടണേ എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ ഓൾറെഡി ജോലിക്ക് പോകുന്ന കാര്യം നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു തിരക്കും കാര്യം കൊണ്ട് തന്നെയാണ്. പിന്നെ എന്ന് വെച്ചാൽ ഒരുപാട് തിരക്കാവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി മുതൽ ഡെയിലി ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാം. പക്ഷേ രാവിലെ എണീച്ച് ഞാൻ ആ ഒരു ഓട്ടപ്പാച്ചിലും തിരക്കുണ്ടല്ലോ. ഒന്നാമത് ഞാനൊരു 6 മണിയൊക്കെ കഴിയുമ്പോൾ എണീക്കും. അപ്പോൾ ചടപടേന്ന് കാര്യങ്ങൾ തീർത്ത് പോകും. പിന്നെ അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ചടപടേന്ന് വരും. ഇങ്ങനെയൊക്കെയാണ്. അപ്പം പിന്നെ അതിൽ നിന്ന് അടുക്ക് വീഡിയോ എടുക്കണം എന്ന് പലപ്പോഴും മനസ്സിൽ തോന്നേ, പിന്നെ വിചാരിക്കും വേണ്ടാന്ന്. അങ്ങനെ ഇങ്ങനെ മാറി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് എനിക്ക് എന്താ പറയുക പൊടി അലർജി ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ മുഖത്ത് തോർത്തൊക്കെ കെട്ടിയിട്ടാണ് വൃത്തിയാക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പിറ്റേ ദിവസം മുതൽ എനിക്ക് തുമ്മലും ജലദോഷമൊക്കെ ആയിരുന്നു. ഇപ്പോഴും എൻ്റെ സൗണ്ടും മൂക്കൊന്നും ക്ലിയർ ആയിട്ടൊന്നുമില്ല. പനിയും ചെറിയ പനി ഉണ്ടായിരുന്നു. പിന്നെ പാരസെറ്റമോളൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാന്നുള്ളത്. ഏകദേശം ഇപ്പോൾ ഒരു ആഴ്ച എങ്ങാനും കഴിഞ്ഞു തുമ്മലൊക്കെ വന്നിട്ടും അതുപോലെ ജലദോഷമൊന്നും മാറായിട്ടും. പിന്നെ ഡോക്ടറെ കാണിച്ചെന്ന് ചോദിച്ചാൽ കാണിച്ചിട്ടില്ല. അതിനുള്ള നമ്മളിവിടെ ചുള്ളിയിൽ തന്നെയുള്ള ഡോക്ടറെ കാണിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പക്ഷേ സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയെങ്കിലും ഞാൻ എത്തുമ്പോഴേക്ക് ഡോക്ടർ വീട്ടിൽ പോയി കേട്ടോ. ഒന്നാമത് ഈ നാട്ടിലേക്ക് സമയത്തിനേ ബസ്സുള്ളൂ. അപ്പം ഉച്ചക്കാടുന്ന് വിട്ടാലായിരിക്കും ചിലപ്പോൾ ഈ സമയം വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലേക്ക് എത്താം. അങ്ങനെയല്ല 3/4 മണിക്കൂർ എന്തായാലും വേണം കേട്ടോ. അപ്പം ഞാനൊരു 4 മണിക്ക് അവിടുന്ന് തളിപ്പറമ്പിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ബസ് ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് കിട്ടിയ ബസ് എന്ന് പറയുന്നത് 4:40 ബസ്സാണ്. അതൊക്കെ കയറി ഇവിടെ എത്തുമ്പോഴേക്കും ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ പോയി കേട്ടോ. അപ്പോൾ ഈ തട്ടിൽ മെയിനായിട്ടുള്ളത് നമ്മളെ ഗിഫ്റ്റും കാര്യങ്ങളും അതുപോലെ നിതിനേട്ടൻ വരച്ച ചിത്രങ്ങളും പിന്നെ നമ്മൾ നിതിനേട്ടൻ്റെ ഫോട്ടോസ് എൻ്റെ ഫോട്ടോസൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. എനിക്ക് നിതിനേട്ടൻ തന്ന ഗിഫ്റ്റും ഞാൻ നിതിനേട്ടന് കൊടുത്ത ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നിങ്ങളോടൊക്കെ പിന്നെ എനിക്ക് പറയാനുള്ളൊരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആയതും അതുപോലെ ഇൻസ്റ്റയിലുള്ള ഫോളോവേഴ്സ് ആയതെല്ലാം ഒരുപാട് പേരെ കാണലുണ്ട് കേട്ടോ. അതിപ്പോൾ ബസ്സിൽ വെച്ചായിക്കോട്ടെ, നമ്മൾ ഓഫീസിൽ ചിലർ എന്താ പറയുക പോസ്റ്റ് വുമണില്ലേ, നമ്മളെ പോസ്റ്റ് ഓഫീസിൽ നമുക്ക് സാധനം കൊടുത്തിരുന്നത് ആ ചേച്ചീനെ വരെ എന്താ പറയുക ഓഫീസിൽ വന്ന സമയത്ത് വീഡിയോ ചെയ്യുന്ന പൂജയല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് എന്നോട് വർത്തമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേരൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെന്താ ഞാൻ നമുക്കവിടെ ബാത്റൂമൊക്കെ മുകളിലാണ്, വാഷ്റൂം മുകളിലായിരുന്നു. നമ്മൾ വർക്കിംഗ് സ്ഥലം എന്ന് പറഞ്ഞാൽ താഴത്തെ ബിൽഡിങ്ങിലാണ്. അപ്പോൾ അത് മുകളിലാണ് പോകേണ്ടത്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് സ്റ്റെപ്പിൽ നിന്ന് വരെ ആൾക്കാർ കണ്ടിട്ട് എന്നോട് ഇങ്ങനെ വർത്താനം പറയും, റെക്കോർഡിനെ പറ്റി അന്വേഷിക്കുകയും പൂജേനെയും നിതിനേട്ടനെയും റെക്കോർഡിനെല്ലാം ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പം അതിലൊക്കെ ഭയങ്കര സന്തോഷം. പിന്നെന്താ അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും ഇതുവരെ കൂടെ നിന്നതിൽ. ഇനിയും നിങ്ങളെ സപ്പോർട്ട് വേണം. അപ്പം ഞാൻ പിന്നെയും പറയാതെ ഞാൻ ഇന്ന് മുതൽ വേണ്ടിക്കൽ ഡെയിലി വ്ളോഗ് ഇട്ട് തുടങ്ങാം കേട്ടോ. ഈ ഫോട്ടോയിൽ നിന്നെണ്ണം വരച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാമോ ഇതിൻ്റെ പൊട്ടിപ്പോയി, ഇതിൻ്റെ സൈഡൊക്കെ എപ്പോഴാണ് പൊട്ടിയത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്തായാലും എൻ്റെ കയ്യിൽ നിന്നൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ ഞാൻ വിചാരിച്ചു എന്തായാലും അത് കുറേ ആയി ഞാനിങ്ങനെ അത് ഫ്രെയിം ചെയ്യാൻ കൊടുക്കണം എന്നിങ്ങനെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്നു. പക്ഷേ എപ്പോൾ ഇങ്ങനെ വിട്ടുപോകുക. അപ്പോൾ എന്തായാലും അത് താഴെ കയ്യോടെ എടുത്ത് പോയിട്ട് അച്ഛനോട് പറഞ്ഞിട്ട് അത് എന്താ പറയുക ഒന്ന് ഫ്രെയിം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് അവിടെ മാറ്റി വെച്ചു.
ഇത് കണ്ടില്ലേ, ഇതൊരിക്കൽ നിന്നാണ് എനിക്ക് വാലൻറ്റൈൻസ് ഡേക്ക് ആക്കി തന്ന ഒരിതാണ്. അപ്പോൾ ഞാൻ ഇതിനെ പറ്റിയിട്ടൊക്കെയുള്ള നമ്മളെ ഗിഫ്റ്റിൻ്റെ വീടൊക്കെ ഓൾറെഡി ചെയ്തതാണ്. അപ്പം കാണാൻ ഇഷ്ടമുള്ളവർ എന്തായാലും കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം എന്താ എടുത്ത് നോക്കുമ്പോൾ എന്തോ ഒരു സന്തോഷം മനസ്സിൽ. അപ്പോൾ കുറേ ആയി കേട്ടോ ഇതൊക്കെ വൃത്തിയാക്കാത്ത. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഈ ഒരു നിമിഷത്തിൻ്റെ ഏതോ പഴയ ടോപ്പ് കണ്ട്, അപ്പോൾ അതെടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെയെല്ലാം മാറാലിയും പൊടിയൊക്കെ ഇങ്ങനെ വൃത്തിയാക്കുവാണ്. അപ്പോൾ സൈഡ് എഫക്ട്സ് എനിക്ക് നല്ലോണം വന്നിട്ടുണ്ട്. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. അപ്പോൾ പിന്നെ ഇതൊന്നും പിന്നെ ഉള്ളൊന്നും ഞാൻ കാര്യമായിട്ട് വൃത്തിയാക്കിയിട്ടില്ല. ഇതിലെങ്ങനെയാണ് ഒരു പെൻസിലും കയറി കൂടിയിട്ടുണ്ട്. ഇത് നല്ല പെൻസിൽ തന്നെയാണ്, വരക്കാനെടുക്കുന്ന പെൻസിൽ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുവാണ്. പിന്നെന്താ, അതാ ഈ ഡിസംബർ 3 വരുമ്പം നമ്മൾ റിക്കൂട്ടിന് 3 വയസ്സായി കേട്ടോ. ഇനി റിക്കൂട്ടിന് അംഗനവാടിയിലൊക്കെ വിടണം. എന്താ പറയണ്ട, അവൻ ജനിച്ചത് മുതൽ എന്ന് പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലേ. പിന്നെ എൻ്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പം ടെമ്പററി തന്നെയാണെന്നുള്ളത്, അവിടുത്തെ പെർമനൻറ്റ് സ്റ്റാഫ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് നമ്മളെ ബിസിനസ് ഉണ്ടോ ഇല്ലയെന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് അവരത് തീരുമാനിക്കുക. അപ്പോൾ എന്തായാലും 6 മാസം വരെ പോട്ടെ, അത് കഴിഞ്ഞിട്ട് എന്താ അവസ്ഥ എന്താണെന്ന് ഞാൻ പിന്നെ പറയാം കേട്ടോ. എന്തായാലും അങ്ങനെ ഞാനിതാ എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് വൃത്തിയാക്കുമ്പോൾ അറിഞ്ഞിരുന്നില്ല അടുത്ത ദിവസം മുതൽ നല്ല തുമ്മലും ചീറ്റലും ആയിരിക്കും എന്നുള്ളത്. അപ്പം എല്ലാം അടുക്കി പൊറുക്കി വെക്കുകയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ സമയം കാണിച്ചത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണത്തിനും കൂടി പോകാനുണ്ട്. അപ്പം സമയം 11:30ആയി. 12:30 കഴിയുമ്പം അങ്ങ് തറവാട്ടിൻ്റെ അവിടെ ആൻറ്റീൻ്റെ അങ്ങോട്ടേക്ക് പോകണം. ആൻറ്റീൻ്റെ വീടിന് തൊട്ട് മുമ്പിലത്തെ വീട്ടിലായിരുന്നു കേട്ടോ കല്യാണം. അപ്പോൾ ഞാനും റിക്കൂട്ടനും മാത്രമാണ് പോകുന്നത്, അമ്മയും അച്ഛനൊന്നും വരുന്നില്ല എന്നാണ്. അപ്പം നമ്മൾ രണ്ടാളും കൂടി ആൻറ്റീൻ്റെ ഒന്നിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതെല്ലാം എടുത്ത് സെറ്റാക്കിയിട്ട് വേണം. പിന്നെ പോയി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മടിയായിരിക്കുമല്ലേ, പ്രത്യേകിച്ച് ബിരിയാണിയൊന്നും തിന്നാൻ പോകുന്നില്ലേ. അന്നേരം പിന്നെ എന്തായാലും ഒരു ഉറക്ക വരുത്ത് ഉണ്ടാകുമല്ലോ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് ഈ തട്ടൊക്കെ ഇങ്ങനെ എല്ലാം പല പല സാധനങ്ങളായിട്ട് നിറഞ്ഞു നിൽക്കുന്നല്ലേ, അപ്പോൾ പിന്നെ കുറച്ചെടുത്തൊന്ന് മുകളിൽ വെക്കാം. കണ്ട, ഞാൻ തട്ടിലല്ലാണ്ട് പുറത്തേക്ക് കയറ്റി വെച്ചത് അതുപോലെ വെക്കാം. എന്നിട്ട് ഇത്തിരി സ്പേസ് തോന്നിക്കുമല്ലോ എന്ന് വെച്ചിട്ട് വെച്ചതാണ്. പക്ഷേ പിന്നെ ഞാനത് എടുത്തിട്ട് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ആക്കി വെച്ച് കേട്ടോ. അങ്ങനെ എല്ലാം ഇതാ എടുത്ത് വെക്കുവാണ്. ഈ തട്ടിലുള്ള എന്താ പറയുക, ഓരോ അണുവിലും എനിക്ക് അത്രയും പ്രിയപ്പെട്ട സംഭവങ്ങളാണ്. അപ്പോൾ അതുപോലെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ എന്നെ അന്വേഷിച്ചിട്ട് വരും കേട്ടാ. ആരാന്നല്ലേ, നിങ്ങൾ കാത്തിരുന്ന ആളെന്നെ, നമ്മൾ റിക്കോട്ടെ കണ്ടില്ലേ.
എല്ലാവരും റിക്കോണിനെ കണ്ടിട്ട് കുറേ നാളായില്ലേ അല്ലേ? എങ്ങനെയുണ്ട് റിക്കോണിന് വല്ല മാറ്റവും ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ തട്ടിലുള്ള എല്ലാ സാധനവും എനിക്ക് പ്രിയപ്പെട്ടതാണ്. അപ്പോൾ റിക്കോണിന് ഒരിക്കലും അതിലുള്ളൊരു സാധനം ഞാൻ തൊടിയിപ്പിച്ചിട്ടില്ല. ഇനി ഈ ഒരു സംഭവം പിന്നെ വേറൊരു സംഭവം ഉണ്ട് ഇതേപോലെ തന്നെ. അതുകൊണ്ട് ഇടയ്ക്ക് ചോദിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ കൊടുക്കും, കാരണം കളയൊന്നുമില്ല കേട്ടോ. കണ്ടില്ലേ, ഇപ്പം തന്നെ അത് കൊടുത്തപ്പോൾ അതവിടെ സെറ്റാക്കി വെച്ച് മൂപ്പരെ പണിയെടുക്കാൻ തുടങ്ങി. പിന്നെ ബാക്കി മുകളിൽ വെച്ച് നമ്മൾ ഗിഫ്റ്റ് ഐറ്റംസ് ഒന്നും ഞാനൊന്ന് കൊടുക്കില്ല. അവന് പിള്ളേരെ എനിക്കറിയാം എന്തായാലും നശിപ്പിക്കുന്നു, അതുകൊണ്ട് ഞാൻ കൊടുക്കില്ല. റിക്കോനായാൽ പോലും ഞാൻ കൊടുക്കില്ല കേട്ടോ. കാരണം ഇതൊന്നും എനിക്കിനി തിരികെ കിട്ടാത്ത സാധനങ്ങളാണ്, അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ട് ഞാൻ കൊടുക്കില്ല. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ഫോട്ടോസും എടുത്ത് വെക്കുമ്പോൾ റിക്കോട്ടൻ കാണാം. ഞാനവിടെ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ അതിൻ്റെ ഫ്രെയിമാക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ അത് കാണാൻ എടുത്തിട്ട് എൻ്റെ കയ്യിൽ തരുന്നത് വെച്ചോന്നും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് അത് നമുക്ക് നന്നാക്കാൻ കൊടുക്കാനുള്ളതാ, അവിടെ വെച്ചോ എന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ ചങ്ങായി അതാ മറ്റേ സംഭവം കൊണ്ട് തന്നെ ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആ തട്ടിലുള്ള സാധനങ്ങൾ റിക്കോർഡിനധികം കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇത്രയും സാധനങ്ങൾ അവിടെ ഉണ്ടായിട്ടും അവൻ എന്നോട് പിന്നെ ചോദിക്കലില്ല അതിന് വേണ്ടിയിട്ട്. അതെന്തോ ഭാഗ്യം. ഇനി എൻ്റെ നിന്നാണ്ട് എനിക്ക് വേണ്ടി വരച്ച എൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താ എൻ്റെ ഈ ഫോട്ടോ വരച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. കാരണം എത്രയോ നല്ല ഫോട്ടോസ് ഉണ്ടായിട്ട് നിങ്ങൾക്ക് വേറൊന്നും വരക്കാൻ കിട്ടിയിട്ടില്ല എന്നായിരുന്നു ഞാൻ അന്നേരം ചോദിച്ചത് കേട്ടോ. അപ്പോൾ അന്നേരം വരച്ചോണ്ട് ആ ഫോട്ടോ എങ്കിലും എൻ്റെത് നിന്നേട്ടം വരച്ചതുണ്ട്. പിന്നെ നമ്മളെ കുഞ്ഞിച്ചക്കനെ കണ്ട സൈഡിൽ ആ ഒരു എന്താ പറയുക ഗിഫ്റ്റ് കിട്ടിയ സാധനം കൊണ്ട് ഇങ്ങനെയാണ് കളിക്കുന്നുണ്ട് കേട്ടോ. സംഭവം റിക്കൂട്ടൻ എന്നെ കാണാണ്ട് അവിടെ വെച്ച സ്ലേറ്റ് പെൻസിലുണ്ട് അതെടുത്തിട്ട് വായിലിടാൻ നോക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ തിരിഞ്ഞപ്പോൾ മൂപ്പറ കള്ളത്തിറങ്ങ് പിടിച്ചേട്ടാ. അപ്പോൾ കേട്ടോ ബാക്കിലൊക്കെ ഒളിപ്പിക്കുന്നത്. ആദ്യം എനിക്ക് മനസ്സിലായില്ല. പിന്നെ റിക്കുവിനെ കാണുമ്പോൾ എനിക്ക് ഉമ്മ കൊടുക്കണം, അതെന്താണെന്ന് അറിഞ്ഞൂടാ. റിക്കു അങ്ങനെ തന്നെയാണ് കേട്ടാ. എനിക്കും നല്ല ഉമ്മ തരുത്തുണ്ട്, ഇഷ്ടംപോലെ ഉമ്മ തരുത്തുണ്ട്. അതുപോലെ തന്നെ എനിക്ക് എന്താ അത്ര ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞത് റിക്കൂട്ടൻ്റെ ഹഗ്ഗാണ് കേട്ടോ. അത് ഹഗ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവന് നമ്മളോടുള്ള ആ ഒരു ഇഷ്ടം.
അത് എങ്ങനെയാണ് എനിക്ക് നിങ്ങളോട് പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാനും റിക്കോർഡും തമ്മിലുള്ള സ്നേഹപ്രകടനം. അങ്ങനെ ചങ്ങായിനെ മെല്ലെ ഞാൻ താഴെ ഇറക്കിയിട്ടുണ്ട്. കാരണം നമുക്കിനി കല്യാണത്തിന് പോകണം. ഏകദേശം തട്ടിൻ്റെ പരിപാടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വെച്ചിനി പോയി വന്നിട്ട് മൊത്തത്തിലൊന്ന് അടിച്ചു വാരി തുടച്ചേക്കാന്ന്. അല്ലാണ്ട് ഇപ്പം വൈകും എന്തായാലും. അതുകൊണ്ട് ചടപടേന്ന് വൃത്തിയാക്കൽ മാത്രം അങ്ങോട്ടേക്ക് പൂർത്തിയാക്കി കേട്ടോ. അങ്ങനെ ഞാനിതാ വേഗം കുളിച്ച് മാറ്റി സുന്ദരിയായിട്ടുണ്ട്. ഇതാണ് കല്യാണത്തിന് പോകുന്ന ലുക്ക് കേട്ടോ. അപ്പം നമ്മൾ ഞാൻ ഈ ഇട്ട ചുരിദാർ എന്ന് പറയുന്നത് നമ്മളെ പേജിൽ തന്നെയുള്ള ചുരിദാർ മെറ്റീരിയലില്ലേ, ബാട്ടിക് പ്രിൻറ്റിൻ്റെ, അത് വെച്ചിട്ട് തയ്ച്ചതാണ്. ഇത് തയ്ച്ചത് ആരാന്ന് ചോദിച്ചാൽ നമ്മളെ മിനി ആൻറ്റിയാണ് കേട്ടോ, അമ്മേൻ്റെ അനിയത്തിയാണ്. ഇപ്പം എൻ്റെ നിംശേച്ചിൻ്റെ അമ്മേൻ്റെ എല്ലാം ചുരിദാർ തയ്ക്കൽ മിനി ആൻറ്റിയാണ്. അപ്പം നല്ല സൂപ്പറായിട്ട് ഞാൻ പറഞ്ഞ ഫോട്ടോ എങ്ങനെയാണോ അയച്ചത് അതുപോലെ അടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ കളറ്. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ തയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ മെറ്റീരിയൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളെ ഡ്രസ്സിൻ്റെ അളവും കാര്യങ്ങളൊക്കെ അയച്ചു തരുവാണെങ്കിൽ കറക്റ്റ് അളവിൽ തയ്ച്ചു തരുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ കല്യാണത്തിനൊക്കെ പോയി വന്നു. പിന്നെ എന്നിട്ടാണ് ഞാൻ കുളിച്ച് മാറ്റിയത്. എന്നിട്ടിതാ നമ്മൾ ഡ്രസ്സൊക്കെ ആറിയിടുകയാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഉണക്കാനിടുന്നതിന് ആറിയിടുക എന്നാണ് ഇവിടെയൊക്കെ പറയൽ. പിന്നെ വെറുതെ റിക്കോർഡിനും കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചങ്ങായി ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ഞാനും അച്ഛനും അമ്മയും റിക്കോർഡിനും കൂടിയിട്ട് വെറുതെ കുറച്ചങ്ങേ ദൂരം വരെ നടക്കാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ നടക്കാൻ പോവാണ് കേട്ടോ. നടന്ന് ലാസ്റ്റ് റിക്കൂട്ടൻ എന്നോട് പറയാൻ തുടങ്ങി, എന്നെ എടുക്കുമോ. ഞാൻ പറഞ്ഞു എടുക്കൊന്നുമില്ല, നടന്നോന്ന്. അങ്ങനെ കുറച്ച് സമയം അച്ഛനെടുത്ത്, കുറച്ച് സമയം ഞാനെടുത്ത്, കുറച്ച് സമയം അമ്മയെടുത്ത്, കുറച്ച് സമയം റിക്കൂട്ടൻ നടന്ന് അങ്ങനെയെല്ലാം നമ്മളിങ്ങനെ പോവാന്നേ. അപ്പോൾ ഇത് കണ്ട റബ്ബറിൻ്റെ പാലെടുത്തിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്തതാണേ.
പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇതാ ചുറ്റിലും ഇതുപോലത്തെ റബ്ബറും കാടും കൂട്ടങ്ങളും തന്നെയാണ് കേട്ടോ. ഇവിടെ വഴി എന്ന് പറഞ്ഞ സംഭവമൊന്നുമില്ല. പക്ഷേ നടുക്കൊരു വഴിയുണ്ട്. അത് ദിവസവും പോകുന്നവർക്കറിയാം. അറിയാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പെട്ടുപോകും കേട്ടോ. അങ്ങനെ നമ്മളൊരു നല്ല അടിപൊളി സ്ഥലത്തെത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് അവിടെ എത്തുമ്പോൾ അത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതാ ഇത്രയേ ഉള്ളൂ. അങ്ങനെ കാടും കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ കാണാം.